ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയായ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് സംഭവം. മറ്റ് 2 ഭീകരർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതിയായ സന്തോഷമാണ് തോന്നിയത്. കാരണം പെഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരാക്രമണത്തിന്റെ ആ ഒരു ചിത്രം ഓരോ ഇന്ത്യന്റെയും മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നില്ല. അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ആ ഭീകരന്മാരെ ഇന്ത്യൻ ആർമി തേടിപ്പിടിച്ച് കൊന്നൊടുക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഈ ഒരു നിമിഷം അത് പറയാൻ കഴിയാത്തതിനും അപ്പുറമാണ്. 3 ഭീകരന്മാരിൽ 2 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഷോപ്പിയാൻ സ്വദേശി അദ്നാൻ ഷാഫിയാണ് കൊല്ലപ്പെട്ട രണ്ടാമൻ. ഇവർ ഇരുവരും പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ 2024 ഏപ്രിൽ 8-ന് ഡാനിസ് റിസോർട്ടിൽ 2 ജർമ്മൻ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലും 2024 മെയ് 18-ന് ഹീർപൊരയിലെ BJP നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലും ഷാഹിദ് കൂട്ടപ്രതിയാണ്. ഇയാൾക്ക് ഈ വർഷം ഫെബ്രുവരി 3-ന് ഉൽഗാമിൽ നടന്ന ആക്രമണത്തിലും പങ്കുള്ളതായി സംശയം. അദ്നാൻ ഷാഫി 2024 ഒക്ടോബർ 14-ന് ഷോപ്പിയാനിലെ വാജിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവരിങ്ങനെ ജീവിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കൊന്നൊടുക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകൾ അതുപോലെ ചാവാനും വേണ്ടിയാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ആ ധാരണയെല്ലാം ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം പെഹൽഗാമിലെ ആ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയും വളരെ ആ ഒരു ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ആ ഒരു പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളും, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അതിർത്തിയിൽ നുഴഞ്ഞു കയറി വരുന്ന ആ ഒരു ഭീകര മുഖങ്ങളെയും നമ്മൾ കോർത്തിണക്കി നോക്കുമ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികൾ എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും യാതൊരുവിധ മാപ്പും കോപ്പുമില്ലാതെ അതിന് കൃത്യമായിട്ടുള്ള പണി കൊടുത്തു കഴിഞ്ഞിട്ടും ഇതുവരേക്കും അതിൻ്റെ ആ ഒരു ഹരം അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു വാക്ക് ഞാനത് ഇന്നലെ നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. എന്തായാലും അത് കേൾപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഹിന്ദി അറിയുന്ന വ്യക്തികൾക്ക് എന്താണ് ആ ഒരു പ്രതിരോധ മന്ത്രി പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേൾക്കണം. ആ ഒരു വ്യക്തിയുടെ ആ ഒരു ചിരിച്ചുകൊണ്ടിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്നുമല്ലാത്ത രൂപത്തിലാക്കി സംസാരിക്കുന്ന ആ ഒരു രീതികളും നിങ്ങളൊന്ന് കേൾക്കണം. കേട്ടേ പറ്റൂ. जनाब नरेंद्र मोदी साहब, क्या हाल है आपका, कैसा है? ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. പാകിസ്ഥാനികൾ ഒരു എന്താ പറയാ, സാധാരണ രൂപത്തിൽ സംസാരിക്കുന്ന ഒരു പരിഹസിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് പാകിസ്ഥാനികൾ. അവരുടെ ആ ഒരു ചിരിയിലും അവരുടെ ആ ഒരു സംസാരത്തിന്റെ ആ ഒരു പ്രത്യേക ആ ഒരു സ്റ്റൈലും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മളെ പരിഹസിച്ചുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്ന്. ആ ഒരു വാക്ക് നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. जनाब नरेंद्र मोदी साहब, क्या हाल है आपका, कैसा है? उड़ाकर देख लिए राफेल? बड़ा आपने मिस किया था पुलवामा के वाक़े पर कि काश हमारे पास राफेल होते तो हम ये करते, हम वो करते, पाकिस्तान के साथ इस तरह हो जाता, उस तरह हो जाता. आपके राफेल तैयारों को हमारे शाहीनों ने अपने तेल की कड़ाही में डाल के उसके पकोड़े बना दिए. देख लिया, यही फर्क होता है. लड़ने के लिए अददी फौज की बर्तरी जरूरी नहीं होती, कीमती तैयारे खरीदने की जरूरत नहीं होती. इसराइल जैसे लोगों की और इन मरदूदों का शामिल हाल होना
ये जरूरी नहीं होता। याद रखो, जिस फौज के साथ तुम लड़ रहे हो उसका सिपा सालार जनरल आसिम मुनीर है, जिसके बारे में कहते हैं ये राज किसी को नहीं मालूम के मोमिन कारी नजर आता है हकीकत में है कुरान। हमारे पाकिस्तान के, हमारे मुल्क की जिस कौम से आप लड़ रहे हैं उस कौम को ये एजाज हासिल है कि जंग से वापस आ गए तो गाजी, मर गए तो शहीद। ये जज्बा ईमानी आपके पास नहीं है। आपने हमारे मुल्क में दरअंदाजी की है। पहलगाम का वाकया तुम्हारा ड्रामा था। तुमने दुनिया को बेवकूफ बनाने की कोशिश की। ഈ വ്യക്തി പറയുന്നത് പെഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരാക്രമണം അതൊരു ഡ്രാമയാണെന്നാണ് പറയുന്നത്. അത് നരേന്ദ്രമോദി അവരുടെ ആ ഒരു കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ അതൊരു പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയതെന്നാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റൊരു രാജ്യത്തെയും അനാവശ്യമായിട്ട് ആ രാജ്യത്തുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എടുത്തു ചാടി മുന്നോട്ട് കുതിക്കുന്ന ഒരു ഇന്ത്യയുടെ ഒരു ചരിത്രവും നമ്മുടെ ഈ ഒരു രാജ്യത്തിനില്ല. അപ്പോൾ ഇവർ പറയുന്ന ആ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പെഹൽഗാമിൽ മരണപ്പെട്ട ആ സംഭവമൊക്കെ ഈ ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ഒരു പിന്നാമ്പുറമുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലുള്ള മൊത്തം ആളുകളെ കേന്ദ്ര ഗവൺമെന്റിന് നേരെ ഒരു ചൂണ്ടുവിരലാക്കി നിർത്താൻ വേണ്ടി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി സംസാരിക്കുന്നതായത്. അതുമാത്രമല്ല, ആ വ്യക്തി പറയുന്നുണ്ട്, വലിയ കടായിൽ, അതായത് വലിയൊരു ചെമ്പിൽ, തേൾ എന്ന് പറയുന്നത് എണ്ണ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കടായിൽ തേൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ ചൂടാക്കി വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്കാണ് എന്നുള്ള ആ ഒരു രൂപത്തിലാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ഓരോ ഇന്ത്യനെയും കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു സംസാരം തന്നെയാണ്. അപ്പൊ ഈ കടായിൽ തേൾ തിളപ്പിച്ച് വെച്ച ആ ഒരു സംഭവം, ഒരു മനുഷ്യനെ ചുട്ടെടുത്ത സംഭവം, പണ്ട് വീരപ്പന്റെ ആ ഒരു കാട്ടിലുണ്ടായിരുന്ന ആ ഒരു വീരപ്പന്റെ സംഭവമായിട്ട് നമുക്ക് ആ ഒന്ന് കോർത്തിണക്കി നോക്കുമ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങളും ഇത്തരം രീതിയാണ്. മനുഷ്യന് യാതൊരുവിധ വിലയും കൊടുക്കാതെ മനുഷ്യനെ എങ്ങനെയൊക്കെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം ഇപ്പോൾ പാകിസ്ഥാനികൾ അവരുടെ ആ ഒരു ഭാഷയിൽ, ആ ഒരു പരിഹസിച്ചുകൊണ്ട് നരേന്ദ്രമോദി സാഹബ് എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയതും ആ ഒരു പട്ടിണിയായിട്ട് കിടന്നിരുന്ന ആ ഒരു രാജ്യത്തിനെ ആ ഒരു IMF-ൽ നിന്നും അവർക്ക് പൈസ എടുക്കാൻ വേണ്ടി, ഇപ്പോൾ സാധാരണ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സമയം നമ്മൾ വായ്പ എടുക്കില്ലേ, അതുപോലെ ഒരു വായ്പ എടുക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ആക്രമണമാണ് പെഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരാക്രമണം എന്ന് നമുക്കും പറയാൻ കഴിയും, അല്ലേ? അപ്പോൾ പാകിസ്ഥാനിൽ നടന്ന സംഭവം അങ്ങനെയാണ്.